എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിൽ അമിത്ഷായെ മാറ്റി രാജ്മോഹൻ ഉണ്ണിത്താനെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാക്കാമെന്ന് BJP പറഞ്ഞാൽ ഒറ്റ ചവിട്ടിയാൻ കൊടുക്കും. എന്തിനാണ് നിങ്ങൾ എന്നെ ചവിട്ടി തള്ളിയിട്ടത്? ഓ, ഒരു നിമിഷം മാറിപ്പോയടാ. എന്തിനു മാറിപ്പോയെന്ന്? എന്റെ മുമ്പ് നിൽക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനാണെന്ന് ഞാൻ വിചാരിച്ചു. എന്തിനു മാമ? നോട്ടേ മാമ, എന്താടാ? ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയൂ. സത്യം പറയേണ്ട കാര്യമാണെങ്കിൽ സത്യമായിട്ട് പറയാം. ചോദിക്കട്ടാ? ചോയരേ, നിങ്ങൾ പ്രധാനമന്ത്രി ചോറെണ്ണം വിളിച്ചാൽ നിങ്ങൾ പോവോ? എന്തരെ മാമ, പ്രധാനമന്ത്രി ചോറെണ്ണം വിളിച്ചാൽ നിങ്ങൾ പോവോ? എടാ, നമ്മളെ പോലെ നിസ്സാരപ്പെട്ട ആളുകള് അങ്ങനെ ഉണ്ണാൻ വിളിക്കുവാടാ. വിളിച്ചെന്ന് വച്ചോളി, നിങ്ങളെ വിളിച്ച്. എങ്ങനെ പോവൂ? വിളിച്ചെന്ന് വച്ച് അങ്ങ് പോവോ? എപ്പ പോയെന്ന് ചോദിച്ചാ മതി. അയ്യേ, നിങ്ങൾക്ക് നാണമില്ല മാമ? എന്റെ നാണം കെടാൻ വേണ്ടി ഞാൻ മുണ്ടു കൊടുപ്പൊക്കെ ഇട്ടോട്ടല്ലേ നിൽക്കുന്നത്. എന്റെ പൊന്നു മാമ, നിങ്ങൾ പഴയൊരു കോൺഗ്രസ്സുകാരനല്ലേ? നിങ്ങൾക്ക് പോയി ഉണ്ട് കഴിഞ്ഞാൽ നാണക്കേടല്ലേ മാമ? പഴയ കോൺഗ്രസ്സുകാരൻ പ്രധാനമന്ത്രി ചോറുണ്ട് കഴിഞ്ഞാൽ തൊണ്ടയിലിരിക്കുവാടാ. അതല്ല, എന്നാൽ പോവാൻ പാടില്ല മാമ. അതെന്ത് അങ്ങനെ പറയാൻ കാര്യം? മാമ, നമുക്കൊരു അന്തസ്സില്ലേ? നിനക്ക് എന്തൊരു അന്തസ് ഇരിക്കണേ? എനിക്കല്ല, നിങ്ങൾക്കില്ലേ? എനിക്കും അന്തസ്സുണ്ട്, എനിക്ക് അന്തസ്സുണ്ട്. എനിക്ക് പുണ്ണാൻ പാടില്ല മാമ. പോടാതെ കഴിച്ചേ. രണ്ടാമത്തെ ചോദ്യം. എന്താടാ ഇത്? ചോദ്യോത്തര മത്സരോ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയും. ചോയരെ. സുരേഷ് ഗോപിയെ നടനാക്കിയതാര്? സുരേഷ് ഗോപിക്ക് അഭിനയിക്കാൻ അറിയാന്നുള്ളത് കൊണ്ട് നടനായി. അല്ലാമ, പിന്നെന്തരേ? സുരേഷ് ഗോപി എന്ന നടനാക്കിയ നടനാര്? അതാര് മാമ, സുരേഷ് ഗോപിയെ നടനാക്കിയ നടൻ നായകനായപ്പോ സുരേഷ് ഗോപി അതിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ഇങ്ങനെ എത്തിനോട്ടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ കടന്നുകൂടാ മോഹൻലാല്. മാമ, ഈ മോഹൻലാലിന്റെ നടനാക്കിയ നടന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അയ്യോ, അത്രയ്ക്ക് പൊണ്ണ നടൻ ആരടാ അത്? മാമ, സുരേഷ് ഗോപിയുടെ മോളെ കല്യാണത്തിന് വിളിച്ചിട്ട് പോലും ഈ നടൻ പോയില്ല. അയ്യോ, ഇത്രയും ബന്ധമുണ്ടായിട്ട് ആ കല്യാണത്തിന് പോവാത്തെന്താ? എന്ത് മാമ, ഇവർ രണ്ട് പാർട്ടിക്കാരല്ലേ? അയ്യോ, അതാണാ? പിന്നല്ലാതെ. അതിനൊരു ഉദാഹരണം പറയാം. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സുരേഷ് ഗോപി. ഞാനും അദ്ദേഹമായിട്ട് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായാമ? എന്തൊക്കെ മനസ്സിലായാന്ന്? മാമ, ഈ നടനാണ് സുരേഷ് ഗോപി ആക്കിയത്. അയ്യോ, തന്നെ? മാമ, ഇപ്പൊ സുരേഷ് ഗോപി വലിയ നടനും രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയി. പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോയോ മാമ? മറന്നു അല്ലേ? പിന്നല്ലാതെ. ഞാൻ വേറെ ഭാഷകളിലെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ ഹിന്ദി, തമിഴ്, തെലുങ്ക് എന്തെല്ലാം ഭാഷയില്? എന്താണ് ഈ ടൈറ്റാനിക്കിൽ ഇംഗ്ലീഷ്? ടൈറ്റാനിക്? ഓ, അതിൽ നായകനായിട്ട് ഇങ്ങനെയല്ല ആദ്യം വിളിച്ചത്. എന്നിട്ട് പിന്നെ പോയില്ലേ? ഇങ്ങനെ പോയൊന്നുമില്ല. അയ്യോ, അതെന്താ? മാമ, അപ്പോഴല്ലേ ഇവിടെ അസംബ്ലി ഇലക്ഷൻ നടക്കണം, അത് കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? അസംബ്ലി ഇലക്ഷൻ വലുതാ അതോ ഇതേപോലത്തെ സിനിമയിൽ അഭിനയിക്കണതോ വലുത്? എന്റെ മാമ, ഇയാളെന്ന് പറഞ്ഞ കോൺഗ്രസ് എന്ന് പറഞ്ഞ ജീവനാണോ മാമ? ജീവൻ ഇയാൾക്ക്. ഓ, കോൺഗ്രസിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. പിന്നല്ലാതെ. ഓ, അതുകൊണ്ടായിരിക്കും ഈ കാസർഗോഡ് നിൽക്കുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് നെറ്റിയിൽ കുറിയിട്ടോണ്ടിരുന്ന ആള് കുറിയൊക്കെ മാച്ചങ്ങ് പോയതല്ലേ? കോൺഗ്രസ് പാർട്ടി കൊണ്ട് എന്തിനും ചെയ്യും. അയ്യോ മാമ, ഇതൊക്കെ പോട്ടോ മാമ. ഇവര് രണ്ട് പാർട്ടിക്കാരാണല്ലോ സുരേഷ് ഗോപി ഇങ്ങേര്. എന്നിട്ട് പോലും സുരേഷ് ഗോപിയുടെ മോളെ കല്യാണത്തിൽ പോകാൻ വേണ്ടി എന്റെ ചെറുക്കനല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെ മോളെ കല്യാണത്തിന് ഗുരുവായൂർ റൂം വരെ ബുക്ക് ചെയ്തോ മാ? ബുക്ക് ചെയ്താ? പിന്നെ അദ്ദേഹം എന്നെ കല്യാണത്തിന് ക്ഷണിച്ചു. 2 സ്ഥലത്താണ്. ഒന്നുകിൽ ഗുരുവായൂർ വരാം, അതല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വരാം. ഞാൻ ഗുരുവായൂർ പോകാൻ തീരുമാനിച്ചു. അവിടെ മുറി ബുക്ക് ചെയ്തു. യാത്രയ്ക്കുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. പക്ഷെ ഞാൻ പോയില്ല. എന്തുകൊണ്ട് പോയില്ല? എന്തുകൊണ്ട്? എനിക്ക് റൂമിന് കൊടുക്കാൻ പൈസ കാണൂല. അതൊന്നും അല്ല അമ്മ. പിന്നെന്തൊരു നൊട്ടി? അവിടെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ചാണക്യതന്ത്രം. അതെന്തൊരു യന്ത്രോടാ? നരേന്ദ്രമോദി അവിടെ വരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഗുരുവായൂരെ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്ന ഒഴിവാക്കി. അയ്യേ, വളരെ മോശമായി പോയതാ. എന്തൊരു പ്രധാനമന്ത്രിയുടെ ഒരു ഫംഗ്ഷന് പോവാത്തത് വളരെ മോശമായി പോയ. മാമ, മനഃപൂർവ്വം പോവാത്തന്നെ. അതെന്തുകൊണ്ട് മനഃപൂർവ്വം പോവാത്തത്? കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ ആണെന്ന് ആർക്കറിഞ്ഞൂടാ? മാമ, ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ ഗുരുവായൂർ വെച്ച് പ്രധാനമന്ത്രി കണ്ട അപ്പൊ പിടിച്ച് കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയാക്കി കളയും മാമ. ഓ, അത് പേടിച്ചാണ് പോവാത്തതല്ലേ? പിന്നല്ലാതെ. എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിൽ അമിത്ഷായെ മാറ്റി രാജ്മോഹൻ ഉണ്ണിത്താനെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാക്കാമെന്ന് BJP പറഞ്ഞാൽ ഒറ്റ ചവിട്ടിയാൻ കൊടുക്കും.
ഇങ്ങനെ ആഭ്യന്തരമന്ത്രിയായിരുന്നെങ്കിൽ നമുക്ക് അഭിമാനിക്കാറുണ്ടല്ലേ? സംശയമുണ്ടാ? പിന്നെ ഭയങ്കര അഭിമാനമല്ലേ? പിന്നെന്തോ അമ്മ പോവാത്തെ? 5-6 വർഷത്തിന് മുമ്പായിരുന്നു ഞങ്ങൾ പോകുമായിരുന്നതാ. ഇപ്പോഴോ? വയസ്സും പ്രായമൊക്കെ ആയില്ലേ? അതെന്ത്? വെടിവെക്കാനുള്ള ആരോഗ്യമൊക്കെ അങ്ങ് പോയി. കുതിരാമ വെടിവെക്കാനുള്ള ആരോഗ്യമൊക്കെ അങ്ങ് പോയത് കൊണ്ടാണ് ഇപ്പൊ പോവാത്തത്. തന്നെ? വാ.